ലോകരാജ്യങ്ങൾക്ക് USAID നൽകി വരുന്ന 90% സാമ്പത്തിക സഹായവും വെട്ടിക്കുറയ്ക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിദേശ സഹായ കരാറുകൾ വെട്ടിക്കുറയ്ക്കുന്നതോടെ ഇതിനായുള്ള ഫണ്ടുകൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് US സർക്കാരിൻ്റെ തീരുമാനം. നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ നിരവധി പദ്ധതികൾ ഇതോടെ ഇല്ലാതാകും. കൂടാതെ എണ്ണത്തിൽ കുറഞ്ഞ പ്രൊജക്റ്റുകളിലേക്ക് ക്രമാതീതമായി എത്തും. എന്നാൽ ഒഴിവാക്കപ്പെട്ട ഇത്തരം പ്രൊജക്റ്റുകളെ നിലനിർത്താൻ നിയമ നടപടികളിലൂടെ മറ്റ് സംഘടനകൾക്ക് സാധിക്കില്ല. കൂടാതെ വർഷങ്ങളായി US സർക്കാരുകൾ നടത്തിവരുന്ന പോളിസിയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഒഴിവാക്കുന്നത്. USൻ്റെ താൽപ്പര്യത്തിന് പുറം രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ പല ലക്ഷ്യങ്ങളും US മുൻകൂട്ടി കാണാറുണ്ട്. അന്താരാഷ്ട്ര വികസനത്തിനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസിയാണ് USAID. മറ്റു രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി ഫണ്ടുകൾ നൽകുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. പ്രധാനമായും ആരോഗ്യം, വിദ്യാഭ്യാസം, മാനുഷിക സഹായം തുടങ്ങിയ മേഖലയിൽ ഊന്നൽ നൽകിയാണ് US ഏജൻസി പ്രവർത്തിക്കുന്നത്. 90% സഹായവും വെട്ടിച്ചുരുക്കുമെന്ന് ട്രംപ് അറിയിച്ചതോടെ USAIDൻ്റെ പ്രവർത്തനം പാടെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ലക്ഷ്യമിടുന്നതെന്ന് സാരം. ഇത്തരം സാമ്പത്തിക സഹായം നൽകുന്നതിൽ കടുത്ത എതിർപ്പാണ് ട്രംപിനുണ്ടായിരുന്നത്. ഉപദേശകനായ മസ്കിനും അതേ നിലപാട് മുന്നോട്ട് വെച്ചു. പ്രധാനമായും ട്രംപ് എതിർക്കുന്നത് ലിബറൽ അജണ്ടകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതും കൂടാതെ അനാവശ്യ പണം ചെലവാക്കുന്നതുമാണ്. മാനവിക പരിവർത്തനത്തിനും ദേശീയ സുരക്ഷയ്ക്കും പുറമെ കാലാവസ്ഥാ വ്യതിയാനം, LGBTQ റൈറ്റ്സ്, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തനം ഏകോപിക്കുന്നതും ട്രംപിന് എതിർപ്പുകൾക്ക് ഇടവയ്ക്കാൻ കാരണമാണ്. ജനുവരി 20 അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് ഉടൻ തന്നെ 90 ദിവസത്തെ റിവ്യൂ പ്രോഗ്രാം തുടങ്ങിയിരുന്നു. പ്രധാനമായും ഇതിൻ്റെ ലക്ഷ്യം വിദേശ സഹായ പദ്ധതികൾ ഏതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതായിരുന്നു. വിദേശ സഹായം നൽകുന്ന 1000-ഓളം വരുന്ന പദ്ധതികളാണ് നിലവിൽ ഫണ്ട് നിർത്തിയതോടെ ഇല്ലാതായിരിക്കുന്നത്. കൂടാതെ മസ്കിൻ്റെ നേതൃത്വത്തിൽ USAID സ്റ്റാഫുകളെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി നിർബന്ധിത അവധി എടുപ്പിക്കുന്നതടക്കമുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. അതേസമയം ബുധനാഴ്ച US കോടതിയിൽ നൽകിയ കോർട്ട് ഫയലിംഗിൽ നിരവധി വരുന്ന നോൺ പ്രോഫിറ്റ് ഗ്രൂപ്പുകൾ കോൺട്രാക്റ്റ് ഒഴിവാക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി. ട്രംപിൻ്റെ വിശ്വസ്തനായ മസ്കിൻ്റെയും രാഷ്ട്രീയ നിയമത്തിൻ്റെയും നേതൃത്വത്തിൽ മതിയായ റിവ്യൂ നടത്താതെയാണ് USAID കോൺട്രാക്റ്റുകൾ റദ്ദാക്കുന്നതെന്നാണ് പ്രധാനമായും ഇവരുടെ ആരോപണം. കൂടാതെ പെട്ടെന്നുള്ള നടപടികൾ തങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നടപടികൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പരിശോധിച്ച ശേഷമാണ് മുന്നോട്ട് പോയതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കുന്നത്. 5800 മുതൽ 6200 വരെ കോൺട്രാക്റ്റുകൾ ഒഴിവാക്കുമെന്നും ഇതിലൂടെ $54 ബില്യൺ ലാഭിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ വാദം. ഇതോടെ വിദേശ സഹായം നൽകുന്നതും ഇതിനായി പ്രത്യേക പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നതും നിർത്തലാക്കും. രാജ്യാന്തര വികസനത്തിലുള്ള അമേരിക്കൻ ഏജൻസിയുടെ വിദേശ സഹായ കരാറുകൾ ഏകദേശം 90% വെട്ടിക്കുറച്ച നടപടിയുടെ പ്രതിഫലനത്തിൽ ലോകമെമ്പാടുമുള്ള വിവിധ പദ്ധതികൾക്കുള്ള $6000 കോടി സഹായമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്.